നമ്മൾ ഓരോ കഥ കേൾക്കുമ്പോഴും ആ കഥയെ മനസ്സിലാക്കിയിട്ട് വേണം ആ കഥയെ വിലയിരുത്താൻ. ഇപ്പം ഞാൻ മെമ്മറീസ് എന്ന് പറയുന്ന ഒരു സിനിമ, ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ട അതേ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കഥ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഒരു പ്രണയ കഥയാണ്, ഒരു ലവ് സ്റ്റോറിയാണ്. ഒരു UK നടക്കുന്ന, അവിടെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആ രീതിയിലേക്ക് കേൾക്കാൻ സാധിക്കൂ. ഇപ്പോൾ നമ്മളൊരു ലവ് സ്റ്റോറി കേട്ട് കഴിഞ്ഞിട്ട് പക്ഷേ ഇതിനകത്തൊരു സസ്പെൻസ് എലിമെൻ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അത്തരം ഒരു സിനിമയല്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു മുൻവിധി ഇല്ലാതൊരു, ഞാൻ എപ്പോഴും സിനിമ കാണുന്നതും അങ്ങനെ ആയിരിക്കണം. എല്ലാ സിനിമകളും മുൻവിധി ഇല്ലാതെ വേണം സിനിമകൾ കാണാൻ പോകാൻ. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുൻവിധികളില്ലാതെ വേണം സ്ക്രിപ്റ്റ് കേൾക്കാൻ. അങ്ങനെ കേട്ടപ്പോൾ എനിക്കിതൊരു വളരെ ബിലീവബിൾ ആയിട്ടുള്ള, എവിടേക്കോ നമ്മളെ രസിപ്പിക്കുന്ന, എവിടേക്കോ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി ആയിട്ട് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചേഞ്ചാണ്. എനിക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന, എപ്പോഴും ഞാൻ കേൾക്കാനിടയാകുന്ന കഥകളിൽ ഉൾപ്പെടുന്നതല്ല ഒരു പ്രണയകഥ എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഞാൻ ഈ സിനിമ യെസ് പറയാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാനിത് ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ജിനു എബ്രഹാമിനോടും അനിൽ സീമനോടും ഞാൻ പറഞ്ഞത്, ഇത് ഈ സിനിമ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ വളരെ റിച്ചായിട്ട്, നമ്മളൊരു പലപ്പോഴും മലയാളത്തിലൊന്നും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു ഫോറിൻ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ സാധ്യതയുള്ളൊരു വിഷ്വൽ ഭാഷ ഇതിന് പിറകിൽ വന്നാലേ ഈ സിനിമ നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഭംഗി സ്ക്രീനിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത്രയും അതിന് തയ്യാറായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സിനിമ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അത് കേട്ട് അത് തിരിച്ചറിഞ്ഞ് അതിന് തയ്യാറായ ഒരു പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് ഉണ്ടായി. അങ്ങനത്തെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു നല്ല ലവ് സ്റ്റോറി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബസമേതം പോയി കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാവുന്ന ഒരു നല്ല ലവ് സ്റ്റോറി ആയിരിക്കും. ആരും ഇതിലൊരു ഭയങ്കര ട്വിസ്റ്റോ ഒരു സസ്പെൻസോ ഞെട്ടിക്കുന്നൊരു ക്ലൈമാക്സോ അതൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു നല്ല ലവ് സ്റ്റോറിയാണ്, അത്രയേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ പ്രണയവും ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എനിക്ക് ഇത് വാലന്റൈൻസ് ഡേയോട് അടുപ്പിച്ച് റിലീസ് ചെയ്യണമെന്നൊന്നും ആയിരുന്നില്ല പ്ലാൻ ചെയ്തത്. പല കാരണങ്ങൾ കൊണ്ടും സിനിമ തീരാനും കുറച്ച് വൈകി. എനിക്കിതിനിടയിൽ വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകേണ്ടി വന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ സിനിമ ഒടുവിൽ നമുക്ക് ഷൂട്ടിംഗ് തീർത്ത് റിലീസ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോഴാണ്. പിന്നെ വാലന്റൈൻസ് ഡേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രണയം എപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു ജോണറാണ് ലവ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ലൈഫിൽ ചിലപ്പോൾ നമുക്ക് രാഷ്ട്രീയ സിനിമകൾക്ക് ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പ്രസക്തി ഉണ്ടായെന്ന് വരില്ല. അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു തൊഴിലില്ലായ്മയെക്കുറിച്ചൊരു സിനിമയ്ക്ക് ചില കാലഘട്ടങ്ങളിൽ പ്രസക്തി ഉണ്ടായെന്ന് വരില്ല. പക്ഷെ പ്രണയകഥകൾക്ക് മനുഷ്യനുള്ളിടത്തോളം കാലം അതിന് പ്രസക്തിയുണ്ട്. കാരണം പ്രണയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന, കല്യാണത്തിന് മുൻപോ ശേഷമോ ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന ഒരു വികാരമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇത് ഒരു വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഇറ്റ് ഹാൻഡിൽസ് എ സബ്ജക്റ്റ് ഓഫ് ലവ്. ഇതിൽ അനിൽ സി മേനോൻ ഒരു വളരെ നല്ല ടെക്നീഷ്യനാണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് മുൻപേ ഒരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മത്സരം, ബെൻ ജോൺസൺ, രാഷ്ട്രം, കളക്ടർ എന്നൊക്കെ പറയുന്ന സിനിമകൾ, ആ സിനിമകളൊക്കെ സംഭവിച്ചിരുന്ന കാലത്ത് മലയാളത്തിലൊരു കമേഴ്ഷ്യൽ, ഒരു മസാല സിനിമയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യം എന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങളുണ്ട്. ഒരു കമേഴ്ഷ്യൽ സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട സിനിമകളാണ്. അപ്പോൾ അന്ന് അതൊക്കെ പ്രസക്തമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇന്ന് നമ്മുടെ സിനിമയോടുള്ള അഭിരുചി കുറച്ച് മാറി, ആൾക്കാർ സിനിമയെ സമീപിക്കുന്ന രീതി കുറച്ച് മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കാര്യം സംഭവിച്ചിരിക്കുന്ന, അനിൽ ഒരു ബ്രേക്ക് എടുത്തു, ഒരു 3-4 വർഷത്തെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരുപാട് സിനിമകൾ കാണുകയൊക്കെ ചെയ്തിട്ട് എനിക്കിനി അടുത്ത ചെയ്യേണ്ടത് ഞാൻ മുൻപ് ചെയ്ത സിനിമകൾ പോലെ ഒന്നും അല്ലാത്ത ഒരു സിനിമയാണ് എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് അനിൽ തിരഞ്ഞെടുത്തൊരു സ്ക്രിപ്റ്റാണിത്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല ടെക്നീഷ്യനാണ് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയിലും അത് പ്രകടമാണ്. ഈ സിനിമ വളരെ നന്നായിട്ട് തന്നെ കൺസീവ് ചെയ്ത് നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എല്ലാ സംവിധായകർക്കും അവരുടെ കരിയറിൽ ചിലപ്പോൾ ഒരു റീഇൻവെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ സുഹൃത്തായ അൻവർ റഷീദിൻ്റെ ഉദാഹരണമാണ്. അൻവർ സൂപ്പർ ഹിറ്റുകളായ രാജമാണിക്യവും ചോട്ടാ മുംബൈയും അണ്ണൻ തമ്പിയും ഒക്കെ എടുത്തതിന് ശേഷം ഇനി എനിക്കൊന്ന് മാറണം എന്ന് ചിന്തിച്ച് അൻവർ ഒരു ബ്രേക്ക് എടുത്തു. ഒരു 3-4 വർഷങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്ന ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ്. അതൊരു എനിക്കൊക്കെ അൻവറിൻ്റെ എസ്തെറ്റിക്സിനെ കുറിച്ചൊക്കെ നേരത്തെ അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്കൊന്നും അതൊരു സർപ്രൈസ് ആയിരുന്നില്ല. പക്ഷെ ഒരു ശരാശരി സിനിമ പ്രേക്ഷകന് ഈ രാജമാണിക്കൊക്കെ എടുത്ത ആളാണോ ഈ സിനിമ എടുത്തെന്നുള്ളത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു റീഇൻവെൻഷനാണ് അനിൽ സി മേനോൻ്റെയും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ സർപ്രൈസ്ഡ് ആകും എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇല്ല, നടന്മാർ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത് നമ്മളൊരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് റിഫൈൻമെൻ്റ് ആണല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ മാറുന്നത് നമ്മുടെ സിനിമകളുടെ സക്സസ്സോ
ഫെയിലിയേഴ്സോ ആസ്പദമാക്കിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു പുതിയ മുഖം അത്ര വലിയൊരു ഹിറ്റായപ്പോഴാണ് എനിക്കതിന് ശേഷം ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്യേണ്ടി വന്നത്. കാരണം എന്നെ വെച്ച് തിരക്കഥാകൃത്തുകൾ അന്ന് സിനിമകളുടെ തിരക്കഥ എഴുതുമ്പോൾ ആക്ഷൻ വേണമെന്നുള്ള ഒരു പൊതുധാരണയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ആക്ഷൻ സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. അടുത്തിടയ്ക്കായിട്ട് സിനിമ തന്നെ കുറച്ച് മാറി, അതായത് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ ശൈലി തന്നെ കുറച്ച് മാറി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു പറ്റം സിനിമകളിൽ ഉൾപ്പെടുത്താവുന്ന സിനിമകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാളും ഞാനും തമ്മിലാണെങ്കിലും, മുംബൈ പോലീസ് ആണെങ്കിലും, മെമ്മറീസ് ആണെങ്കിലും. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുള്ള സിനിമയോടുള്ള ഒരു ആസ്വാദന രീതിയിൽ വന്ന മാറ്റം എന്നെപ്പോലുള്ള ആക്ടേഴ്സിന് ഒരുപാട് ഗുണകരമായി ഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു അഡ്വഞ്ചറസ് ആയിട്ട് സിനിമകളെ തിരഞ്ഞെടുക്കാം, കുറച്ചുകൂടി ഒരു പരീക്ഷണാർത്ഥം സിനിമകളെ തിരഞ്ഞെടുക്കാം. ഞാനൊരു വേറിട്ട് നിൽക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചാൽ അതൊരു സമാന്തര സിനിമയായി മാറ്റി നിർത്തപ്പെടില്ല എന്നൊരു വിശ്വാസം ഇപ്പോൾ ഉള്ളിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നല്ലതാണ്. അല്ല, വിജയം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോഴോ ആ സിനിമ ഈവൻ നമ്മൾ ഇപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, ഞാനതിൽ അഭിനയിച്ചു, അതിൻ്റെ ഡബ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കണ്ടു വിഷ്വൽസ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സിനിമ എങ്ങനെയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചു. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആ സിനിമ ആയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ സിനിമ ഓടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത് നാളെ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഇവിടുത്തെ ഒരു പ്രേക്ഷക സമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു അടുത്ത് നമുക്കൊരു ഓടുന്ന സിനിമ എടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് വിജയപരാജയങ്ങൾക്ക് ഒരിക്കലും നമ്മളങ്ങനെ വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ചിലപ്പോൾ അത് നമ്മളെ കൈയൊഴിഞ്ഞു പോകും. നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത് ഒരു സിനിമയെ സത്യസന്ധമായി സമീപിച്ച് ആ സ്ക്രിപ്റ്റിനെ അതിൻ്റെ ഏറ്റവും നല്ല ഫോമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലൈഫിൽ വേറെ ഒന്നുമില്ല. എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വ്യവസായമോ അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റോ ഒന്നും എനിക്കില്ല. എനിക്ക് സിനിമ മാത്രമേ അറിയൂ, സിനിമ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും ഞാൻ സിനിമയിൽ തന്നെ ആയിരിക്കും. അത് സിനിമയിൽ ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിർമ്മിക്കുന്നുണ്ട്, സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. ഭാവിയിൽ ഞാൻ സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, സിനിമകൾ എഴുതാൻ ആഗ്രഹമുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. പക്ഷേ സിനിമയ്ക്ക് പുറത്തൊരു താല്പര്യം എനിക്കില്ല.